السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتدي. صدق الله. ഏറ്റവും ബഹുമാനീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയായ ഉസ്താദ് കോട്ടുമല MK അവരാണ് ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ. ഇവിടെ ദുആ കൊണ്ട് അനുഗ്രഹിച്ച കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ തങ്ങളെ പുസ്തക പ്രകാശനം നടത്തുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് മറ്റ് വേദിയിൽ ഉപവിഷ്ടായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാകുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരും പ്രവർത്തകർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു മഹത്താവുന്ന പരിപാടിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫ്രാൻസിസ് റോഡിലുള്ള അതിൻ്റെ ഓഫീസിൽ വെച്ചാണ് സംഘടിപ്പിക്കാറ്. പിന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ടവരും സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഈ വർഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെടുന്ന സംഗമം വരക്കിൽ വെച്ചാക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 100 വർഷം പൂർത്തിയായി അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 2026 ഫെബ്രുവരിയിൽ അതിൻ്റെ ആദ്യ വാരത്തിൽ കാസർഗോഡ് കുനിയ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് പ്രത്യേകം സജ്ജമാക്കപ്പെട്ട ആ ഗ്രൗണ്ടിൽ മഹാനാവുന്ന സമസ്തയുടെ സ്ഥാപക നേതാവും സ്ഥാപക പ്രസിഡന്റൊക്കെ ആയിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസുല്ലാഹു അസീസ് അവരുടെ നാമധേയത്തിലാണ് ആ നഗരി പിന്നെ ആ നഗരിക്ക് ബഹുമാനപ്പെട്ടവരുടെ ആ നാമമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ ഒരുപാട് മഹാന്മാരുണ്ട്. ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്തുക്കളൊക്കെയാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ലോക പണ്ഡിതെന്ന് വിദേശ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച, നമ്മളല്ല, വിദേശത്തുള്ള പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച താങ്കൂർ കാസർഗോഡ്
കസാല ഇട്ടു അങ്ങനെ ഒരു കസാല ഇൽമിൻ്റെ എല്ലാ മേഖലയിലും ആധികാരികമായി അതിലേക്ക് കടന്നു ചെന്നും കൊണ്ടിട്ട് ഓരോ ഫന്നുകൾ ദർസ് നടത്തുമ്പോൾ ആ ഫന്നിലുള്ള അല്ലെങ്കിൽ ആ ഫന്നിൻ്റെ വാവിയാണോ മൂപ്പര് നമ്മൾ സംശയിച്ചു പോകും. അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ച് വേലൂർ പോയ 1-2 ഉസ്താദന്മാർ ഞാൻ ഏറ്റവും പരിചയമുള്ള ആളുകളാണ്. അപ്പം അതിൽ നിന്ന് ഒരാൾ അദ്ദേഹം പിന്നീട് ഒരു ജമാഅത്തിൻ്റെ ആദർശക്കാരനായി മാറി. അയാൾ മുദരിസൊക്കെ ആയിരുന്നു. ഞാൻ എപ്പോഴും കിതാബിയായിട്ട് എന്നോട് പലതും അയാൾ ചോദിക്കാനൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അപ്പം അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കോട്ടുമൽ ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചു. കോട്ടുമൽ ഉസ്താദിൻ്റെ സമ്മതപ്രകാരം വേലൂർ ബാഖിയാത്ത് സ്വാലിയാത്തിലേക്ക് പോയി. പിറ്റത്തെ വർഷം കോട്ടുമൽ ഉസ്താദ് പട്ടിക്കാട് ജാമിയ നൂരിയിലേക്ക് മുദരിസായി എത്തി. അന്ന് ഉസ്താദ് പരപ്പനങ്ങാടി ദർസ് നടത്തിയ കാലഘട്ടത്തിലാണ് ഇവര് വേലൂർക്ക് പോയത്. അപ്പോൾ വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിന് റബീഉൽ അവ്വൽ മാസത്തിൽ ദർസ് കോളേജ് പരീക്ഷ കഴിഞ്ഞ് നിർത്തിയപ്പോൾ കോട്ടുമൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാവുന്ന ആളുകൾ വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് മുത്തവല്ല് ദർസ് നടത്തപ്പെടുന്ന മുത്തവൽ എന്ന് പറഞ്ഞ കിതാബ് അവിടുന്ന് ഓതി പരീക്ഷയ്ക്ക് എഴുതിയ ശേഷം പട്ടിക്കാട് കോട്ടുമൽ ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ ശംസുലമ മുത്തവല്ല് എന്ന് പറഞ്ഞ കിതാബ് ദർസ് നടത്തുക. അപ്പോൾ അതിലുള്ള അരിഫിലാം എന്ന് പറഞ്ഞ ബഹസാണ് അവിടെ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ദർസ് കേട്ടിട്ട് ഇയാൾ അത് കുറ്റൂക്കാരൻ കുഞ്ഞം മുസ്ലിം എന്നാണ് അയാൾ പറയുന്നത്. അയാൾ മരിച്ചുപോയി. അപ്പോൾ അയാളെന്നോട് പറയാണ്, ഞങ്ങൾ വിചാരിച്ചു കോട്ടുമൽ ഉസ്താദ് പിറ്റത്തെ കൊല്ലം പട്ടിക്കാട്ടിക്ക് പോയപ്പോൾ മൂപ്പരൊപ്പം കേട്ട് പോന്നാൽ മതിയായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമയുടെ ഈ ദർസിൽ നമുക്ക് പങ്കെടുക്കാലോ. അപ്പം അങ്ങനെ ഓരോ കിതാബുകൾ ഓരോ ഫന്നുകൾ ദർസ് നടത്തുമ്പോഴും അതിൻ്റെ വാവിയാണോ അതിനുണ്ടാക്കിയ ആളാണോ മൂപ്പരെന്ന് സംശയിക്കപ്പെടും. ആ നിലക്ക് ഓരോ ഫന്നിലും വളരെ മഹത്തിക്കും മുദക്കിക്കൊക്കെ ആയ അതോടൊപ്പം യഥാർത്ഥ ഒരു പണ്ഡിതന്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമായ ഖദ്ദസല്ലാഹു. അവരുടെ ആ പുണ്യമായ പേരാണ് അതിൻ്റെ പ്രധാന കവാടത്തിൽ നൽകപ്പെട്ടത്. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം ഈ വരുന്ന 26 ഫെബ്രുവരി ആദ്യ വാരത്തിൽ നടത്തപ്പെടുകയാണ്. അതിന് നമ്മളൊക്കെ തയ്യാറെടുക്കണം. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം. അതിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. കാരണം ഇത് വിശുദ്ധമായ ദീനിൻ്റെ ഒരു സംഘടനയാണ്. ഇത് മഹാനാവുന്ന ശൈഖുനാ ശംസുൽമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവർ പറയുന്നത് പോലെ ഇവര് മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, ആ മശായിഖന്മാരാണ് ഈ സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് നമ്മളെ കൂടെ ഉണ്ടാവും എപ്പോഴും. ഏതുവരെയെന്ന് പറയോ, സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വരെ ഇവര് നമ്മളെ കൂടെ ഉണ്ടാവുന്ന. അപ്പോൾ ആ നിലക്ക് നമ്മളെ ഉഖ്റവിയാവുന്നതായ എല്ലാ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംഘടന. നമ്മളെ വിശ്വാസം ശരിയായ വിശ്വാസമാണ്. അത് വല്ല ഷിയാക്കളെ വിശ്വാസം, അല്ലെങ്കിൽ ഖദരിയാക്കളെ വിശ്വാസം, അല്ലെങ്കിൽ ഖവാരിജിയാക്കളെ വിശ്വാസം, അല്ലെങ്കിൽ മുഅ്തസിലത്തിന്റെ വിശ്വാസം ഒന്നും ആവാൻ പാടില്ല. ഖവാരിജിയാക്കളോടും മുഅ്തസിലത്തിനോടൊക്കെ വാദപ്രതിവാദം നടത്തിയ ആളാണ് മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് വിദഈ പ്രസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ടിട്ട് പ്രസംഗിച്ചതും അതിനെതിരിൽ വാദപ്രതിവാദമൊക്കെ നടത്തിയത് മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബാണ്. മഹാനാവുന്ന അലി ഇബ്നു അബീ ത്വാലിബിനെ ആണ് മഹാനാവുന്ന
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ, അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ, അല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെക്കാളൊക്കെ ഫضل നൽകപ്പെടേണ്ടത്, ശ്രേഷ്ഠ നൽകപ്പെടേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ എന്നുള്ള വിശ്വാസക്കാരാണ് ഷിയാക്കൾ എന്നുള്ള ഒരു വിഭാഗം. മഹാന്മാരാവുന്ന സഹാബത്ത് ഈ വിശ്വാസത്തിനെ തിരുത്തിക്കൊണ്ടിട്ട് അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളിൽ നിന്നുള്ള ചിലർ മറ്റു ചിലർക്ക് ഫضലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അത് നമ്മളെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി. ആ വിശ്വാസത്തിനെ പിന്നെ വിവരിച്ചു. എങ്ങനെയാണ് ആ വിശ്വാസം അറിയോ? ഫനുഫദ്ദിലു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഫضലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അലാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു, വഉമർ അലാ ഉസ്മാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫضലുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ. ഈ നിലയ്ക്ക് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച വിശ്വാസമാണ്. അപ്പൊ ഷിയ്യത്ത്, ഖദരിയത്ത് പോലെ, മുഅ്തസിലത്ത് പോലത്തെ പേർക്കുള്ള ആ വിശ്വാസങ്ങളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് മഹാന്മാരാവുന്ന സഹാബത്ത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ വിശ്വാസപരമായ വിഷയത്തിൽ പ്രത്യേകമാവുന്ന അടിസ്ഥാനങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിശ്വാസം ശരിയാവണം, നമ്മളെ പ്രവർത്തനങ്ങൾ ശരിയാവണം, നമ്മൾക്കുള്ള ആചാരങ്ങൾ ശരിയാവണം. ഈ ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അത് വിശുദ്ധമാവുന്നതായ ശരീഅത്തിൽ അത് വളരെ വ്യക്തമായ നിലക്ക് പ്രതിപാദിക്കപ്പെട്ടതാണ് ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ നിലക്ക് അതിനെ മനസ്സിലാക്കണമെന്ന്, അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവരുടെ അവരുടെ എല്ലാ നിലക്കുള്ള വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള. അപ്പൊ ഈ സംഘടനയെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ നമ്മൾ ആദരിക്കണം. അത് ദീനിന്റെ ശിആറുകളിൽപ്പെട്ടതായ പ്രധാനപ്പെട്ടതായ ഒരു ശിആറാണ് ഈ സംഘടന. ഈ സംഘടനയെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ സംഘടന ദുർബലമാക്കാനുള്ളതായ ഒരു പ്രവർത്തനം നമ്മൾ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ഇതിവിടെ മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഇത് ആരെങ്കിലും സ്ഥാപിച്ചതല്ല. ഇവിടെ വഫാത്തായി കേൾക്കുന്ന മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാൻ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്നത്തെ മഹത്തുക്കളാവുന്ന സാദാത്തുക്കൾ, അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, അന്നത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി അന്ന് ദീനിന്റെ പിന്നെ ഉയർച്ചക്ക് ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ടോ ആ ഘടകങ്ങൾ എല്ലാവരും കൂടി മഹാന്മാരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ ഈ സംഘടനയെ അതിവിടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മളെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമാണ്. വിശുദ്ധമാവുന്ന ദീൻ ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലത്തോളം ദീൻ ഇവിടെ നിലനിൽക്കണം. ദീൻ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിലനിന്നാൽ പോരാ, അത് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ അത് നിലനിൽക്കണം. ആ യഥാർത്ഥ സ്വഭാവത്തിൽ അത് നിലനിൽക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ അങ്ങനെയുള്ള നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയ വരിക, ഞാൻ കൊടുക്കും പൈസ, ഞാൻ കൊടുക്കും പൈസ, ഞാൻ കൊടുക്കും പൈസ എന്ന് പലരും പറഞ്ഞു എന്ന് പറയണം. പിന്നെ ആരെങ്കിലും ഒരാൾ എന്നതുപോലെ ഇപ്പൊ 100ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ ഈ സംഘടനന്റെ ഒരു മഹത്വം എത്ര മാത്രം എഴുതാന്നറിയോ? എല്ലാവർക്കും ഇതിന്റെ 100ാം വാർഷികം ആഘോഷിക്കണം. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം അത് ഔദ്യോഗികമായി ആഘോഷിക്കേണ്ടവർ ആഘോഷിക്കുമ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഇതിന് ഒരു ചരിത്ര സംഭവമാക്കി തീർക്കുന്നതിൽ വലിയ പങ്കുകളൊക്കെ വഹിക്കണം. നിങ്ങൾക്കൊക്കെ ഉള്ളതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള ആ കൂറും ആ ബഹുമാനമൊക്കെയുള്ള അതിൽ കൂടി പ്രകടമാക്കുന്നത്. ഞങ്ങൾ ആഘോഷിക്കും. ഇവ മുജാഹിദീങ്ങൾ എപ്പോഴും പറയാന്നാവോ ഞങ്ങൾ ആഘോഷിക്കും, ജമാഅത്ത് ഇസ്ലാമിക്കാർ എപ്പോഴും പറയാത്ത, അങ്ങനെ എല്ലാവരും പറയും ഞങ്ങളാണ് ആഘോഷിക്കുന്നത്. നല്ല സംഗതി തന്നെയാണ്, എല്ലാവരും ആഘോഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ള ആ ബഹുമാനവും ആദരവും ഒക്കെ അത് നിലനിർത്തി കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി നമ്മളൊക്കെ അണിനിരക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, അതിന് വേണ്ടതായ എല്ലാ നിലക്കുള്ളതായ നന്മകളിലായി നമ്മൾ ഭാഗം വെക്കാം.
ഒരിക്കലും ഏതെങ്കിലും നിലക്കുള്ള ഭിന്നത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാവണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഒരു പാരമ്പര്യമുണ്ട്. മഹാന്മാരാവുന്ന മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ച ആ പാരമ്പര്യം അനുസരിച്ചും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു അടുത്ത ദിവസം വഫാത്തായ ബഹുമാനപ്പെട്ട പാണിയൂർ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സുഖഭോഗാവനായി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ എല്ലാ ഖിദ്മത്തുകളെയും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.